ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റിയൽമി 7 Pro അൺബോക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഫോണാണ് റിയൽമി 7 Pro. നമുക്കതപ്പോൾ അൺബോക്സ് ചെയ്ത് അതിനകത്ത് ആ ഫോൺ തന്നെ ആണോ അല്ലയോ എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കണം. ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, നമ്മൾ പാക്കറ്റ് പോലും പൊട്ടിച്ചില്ല. അൺബോക്സ് ചെയ്ത റിയൽമി 7 Pro അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു പാക്കറ്റ്. നമുക്കിത് പൊട്ടിച്ച് ഫോൺ നോക്കണം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. നമ്മളെ പൊട്ടിക്കുമ്പോൾ എന്താണ് സാനിറ്റൈസർ അടിച്ചേക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ റിയൽമി 7 Pro 128 GB 6 GB റാം. നമുക്കപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ പുറകിൽ ഇതിന്റെ സ്പെസിഫിക്കേഷനുകളും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫോണിന്റെ ബോക്സ് തുറന്നേക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം മേളിലൊരു ചെറിയ ബോക്സ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇരിക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മുടെ റിയൽമി 7 Pro. വെയിറ്റ് നല്ല കുറവുണ്ട്, വലിയ വെയിറ്റ് ഒന്നും ഇല്ല. പിന്നെ ബാക്ക് വശം ലെതർ ബാക്കാണ്. നമുക്ക് ഈ ഫോണിന്റെ മേളിലുള്ള കവർ ഊരി കളഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫോൺ കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ 7 Pro. അതിന്റെ ഫ്രണ്ട് വശം. ബാക്ക് വശത്ത് ഗ്ലാസ് അല്ല, ലെതറാണ്. തൊടുമ്പോൾ അറിയാൻ പറ്റും. നൈസൊരു സാധനമാണിത്. അപ്പോൾ നമുക്ക് ഫോൺ പിടിക്കട്ടെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നൈസൊരു ഫോൺ കേട്ടോ. ഇപ്പോൾ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു എന്താ പറയുന്നത്, വലിയ വെയിറ്റും ഇല്ല, അടിപൊളി ഒരു ഫോണാണ്. ഇഷ്ടപ്പെട്ടിരിക്കുക. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഫോൺ വരുമ്പോൾ. ഫോൺ പിടിക്കട്ടെ. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ ഫോണിൻ്റെ ചാർജറാണിത്. 55 വാട്ടിൻ്റെ ഒരു ചാർജർ. ഇതായിരുന്നു ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ. വെറും 35 മിനിറ്റ് കൊണ്ട് നമുക്ക് 0 to 100 ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് വളരെ മികച്ചൊരു സ്പെസിഫിക്കേഷനായിട്ട് തോന്നി. ഇതിട്ടിക്കട്ടെ. പിന്നെ ഇതതിൻ്റെ ഡാറ്റ കേബിൾ, ടൈപ്പ് സി ഡാറ്റ കേബിളാണ്. അതൊക്കെ എല്ലാ ഫോണിൻ്റെയും കൂടെ വരുന്നതാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് സാധാരണ പോലെ ഒരു കവറും പിന്നെ സിം ഇജക്ടർ പിന്നും ആണ്. ഫോണിൻ്റെ സിം ഇജക്ടർ പിൻ വരുന്നത് ഇതിനകത്താണ്. ഇത്രേ ഉള്ളൂ ഈ ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഫോൺ വിശദമായിട്ട് നോക്കാം. ഇത് നൈസ് ഫോണാണ്. കാലിലെടുക്കുമ്പോൾ എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നു, കാരണം വെയിറ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ കാര്യം ഒതുങ്ങുന്നുണ്ട്. എൻ്റെ ഫോണിനേക്കാളും അടിപൊളിയാണ്. നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. നമുക്ക് ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റപ്പുകളെല്ലാം നമുക്ക് ചെയ്യാം. അന്നേരത്തെ ഞാൻ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാം. ഈ ഫോൺ വരുന്നത് 6 GB 128 GB ആണ്. ഇതിന് ബാറ്ററി വരുന്നത് 4500 mAh ആണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജറോട് കൂടി. അത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഡിസ്പ്ലേ വരുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് നമ്മുടെ ഡിസ്പ്ലേക്ക് അകത്തായിട്ടാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആയിട്ടാണ്. അതെല്ലാം നമുക്ക് അതിന്റെ സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ ബാക്ക് ക്യാമറ വരുന്നത് 64 MP ക്യാമറയാണ്. 8 MP വൈഡ് ആംഗിൾ +2 അങ്ങനെയാണ് വരുന്നത്. ഒരു പോർട്രേറ്റ് സെൻസറും പിന്നെ ഒരു മാക്രോ സെൻസറുമാണ് വരുന്നത് ബാക്ക് വശത്ത്. ഫ്രണ്ട് വരുന്നത് 32 MP ഒരു ക്യാമറയാണ്. ഡിസ്പ്ലേ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. നല്ല സ്മൂത്താണ്. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് വരുന്നത് ഇതിനകത്ത്. അതിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതാണ് അതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. ക്യാമറ ഇൻ്റർഫേസ് ഒക്കെ ഇതാണ്. സൂം ചെയ്യുമ്പോൾ 64 MP സോണിയുടെ 64 MP സെൻസറാണ്. മോഡ് നൈറ്റിൽ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അൾട്രാ നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈഡ് ആംഗിൾ. ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് അതിന്റെ അടിപൊളി ഒരു സംഭവം. നമുക്ക് നോക്കണം. ഇതിന്റെ ഫിംഗർ പ്രിന്റിന്റെ സ്പീഡൊക്കെ നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാം. പിന്നെ അത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത് ഫോണിന്റെ. ഇവിടെ വോളിയം റോക്കേഴ്സ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണുകൾ. പിന്നെ താഴെ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ, ഓഡിയോ ജാക്ക്, മൈക്ക് ഇതാണ് വരുന്നത്. മേളിലൊരു സെക്കൻഡറി മൈക്രോഫോണും വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഫോണിന്റെ സൈഡിലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. ഇത് ഫോണിന്റെ ബാക്ക് വശം. ഇതിന്റെ ക്യാമറയാണ് 64 MP, 8 MP, 2.2 അങ്ങനെയാണ് വരുന്നത്.
8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും പിന്നെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഫ്ലാഷും. നമുക്ക് ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡ് നോക്കാം, എത്ര സ്പീഡ് അൺലോക്ക് ആകാൻ എടുക്കുന്നുണ്ടെന്ന്. ഇൻഡിവിജ്വൽ ഫിംഗർ പ്രിൻ്റാണ്. അപ്പോൾ നമുക്ക് അത് അൺലോക്ക് ചെയ്ത് നോക്കാം. വിരൽ വെക്കുന്നു, അൺലോക്ക് ആകുന്നുണ്ട്. 1 സെക്കൻഡ് താഴെ എടുക്കുന്നുള്ളൂ. എങ്ങനെയാണല്ലോ വിരൽ വെക്കുമ്പോൾ അൺലോക്ക് ആകുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ നമ്മുടെ സൈഡിലുള്ള ഫിംഗർ പ്രിൻ്റ് അല്ലെ ബാക്ക് വശത്തെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ അത്രയും ഫാസ്റ്റ് കാണത്തില്ല. എന്നാലും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് അൺലോക്ക് ആകുന്നത്, ഫാസ്റ്റ് ഇല്ലെന്നല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിയൽമി 7 പ്രോയെ പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വശം തന്നെയാണ്. ലെതർ ഫിനിഷ് ഉള്ളൊരു ബാക്ക് വശവും അതുപോലെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണിത്. നൈസ്, ഒരു വീതി കുറവാണ് ഈ ഫോണിന് നല്ലതായിട്ട്. ഇത്രേ ഉള്ളൂ. നീളം അത്യാവശ്യമുണ്ട്, എന്നാലും വലിയ ഓവറായിട്ട് നീളമൊന്നുമില്ല. വീതിയും കുറവാണ്. ബാക്ക് കവർ ഇട്ടില്ലെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കാനൊരു ഗ്രിപ്പൊക്കെ ഉണ്ട് ഈ ഫോണിന്. സാധാരണ മറ്റുള്ള ഫോണിന് പോലെ തെന്നിപ്പോകുന്നൊരു പേടിയൊന്നും വേണ്ട. ബാക്കിയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ഫോണാണ് ഗൈസ്. നമ്മളീ മേടിച്ച വേരിയൻറ്റിന് 20,000 രൂപയാണ്. 6GB 128GB ആണ്. ബിഗ് ബില്യൺ ഡേക്ക് വാങ്ങിക്കുമായിരുന്ന 19,000 രൂപ ഉള്ളായിരുന്നു. നമുക്ക് പക്ഷെ വാങ്ങിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞ ഉടനെയാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് 20,000 രൂപയായി. ഗൈസ് ഈ ഫോണിൻ്റെ റിവ്യൂ ഇനി ഫോണിൻ്റെ ബാക്കി ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ആയിരുന്നു ഈ ഫോണിൻ്റെ വിശേഷം. ഇതിൻ്റെ ബാക്കി ടെസ്റ്റുകളൊക്കെ നമുക്ക് ഉടൻ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഫോൺ. കാരണം എന്താ പറയുക, പിടിക്കാൻ നല്ലൊരു ഫീലുണ്ട് ഈ ഫോൺ. നമുക്ക് ഈ ഫോണിൻ്റെ പുതിയ ടെസ്റ്റുകളായിട്ട് പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.